നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സിനിമാക്കാരെ രംഗത്തിറക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ തുറുപ്പുചീട്ടാണ്. കേരളത്തിൽ പൊതുവെ സിനിമാരംഗത്തുള്ളവരും സാഹിത്യരംഗത്തുള്ളവരും ഇടതുപക്ഷത്തിനു വേണ്ടിയാണ് സംസാരിക്കാറുള്ളത്. എന്നാലിത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിനു വേണ്ടി സംസാരിച്ചുവന്ന താരങ്ങളുടെ എണ്ണമാണ് കൂടുതൽ. നടൻ സലിംകുമാർ ഇതിനോടകം തന്നെ പല വേദികളും കോൺഗ്രസിനായി വോട്ട് ചോദിച്ച് സംസാരിച്ചിരുന്നു. എന്നാലിപ്പോൾ നടൻ ജഗദീഷും തന്റെ പാർട്ടിക്കുവേണ്ടി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഒരു കോൺഗ്രസുകാരൻ കൂടിയായ നടൻ ജഗദീഷിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ടുത്തിരിക്കുന്നത്. മുൻപ് പലതവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാറുണ്ടായിരുന്ന ജഗദീഷ് ഇപ്പോൾ ആദ്യമായാണ് ബിജെപിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ജഗദീഷ് പറഞ്ഞതിങ്ങനെ: പലരും പറയുന്നതായി കേട്ടു ബിജെപി ഈത്ത തിരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ വലിയ ശക്തിയായി മാറുമെന്നൊക്കെ. കേരളത്തിൽ ഇത്തവണ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കുമന്ത്രിസഭ ഉണ്ടാകും. മുഖ്യമന്ത്രിയെ ബിജെപി തീരുമാനിക്കും എന്നൊക്കെയാണ് ചിലർ മനക്കോട്ട കെട്ടിത്തീർത്തിരിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഒരു കാര്യം 100% ഉറപ്പാണ്: കേരളത്തിൽ നിന്ന് മൂക്കിപ്പൊടിക്കുള്ള സീറ്റ് പോലും ബിജെപിക്ക് ഇത്തവണ കിട്ടത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഉത്തരേന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് ഉണ്ടാക്കുന്നതുപോലെ കേരളത്തിലത് ഒരിക്കലും നടക്കില്ല. ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പോലും കേരളത്തിൽ ബിജെപിക്ക് വലിയ വളർച്ചയില്ലാത്തത് കേരളത്തിന്റെ നല്ല മനസ്സിന്റെ അടയാളമാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകണ്ടിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്യേണ്ടത്? ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥയെന്താണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വികസനം തൊട്ട് തീണ്ടിയിട്ടുണ്ടോ? വികസനമില്ലെന്നുണ്ടെങ്കിൽ പോട്ടെന്ന് വെക്കാം. അവിടെ ആളുകൾക്ക് സമാധാനമെങ്കിലും ഉണ്ടോ? എപ്പോൾ നോക്കിയാലും മതത്തിന്റെ പേരിലുള്ള ലഹളകളല്ലേ അവിടെ നടക്കാറുള്ളത്. മനുഷ്യനില്ലാത്ത വിലയാണ് അവിടെ മൃഗങ്ങൾക്കുള്ളത്. മൃഗങ്ങളെ ദൈവമായി ആരാധിക്കുന്നവർ ആരാധിച്ചോട്ടെ, പക്ഷേ എല്ലാവരും അങ്ങനെ ആരാധിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല. ജനങ്ങൾ ഭരിക്കുന്നവർക്കെതിരെ തിരിയാതിരിക്കാൻ വർഗീയത എന്ന ലഹരി അവരിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ആളുകൾ പിന്നെ തമ്മിലടിച്ച് നടന്നോളും. ഇവർക്ക് പ്രത്യേകിച്ച് വികസനത്തിന്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും തങ്ങൾക്ക് നേരെ ചോദ്യമുയർന്നാൽ ഇത്തരം കുത്തിത്തിരിപ്പുമായി കുറച്ചുപേരെ രംഗത്തിറക്കും. ഇതാണ് പതിവ്. പക്ഷേ കേരളത്തിലെ ആളുകൾക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ടുതന്നെ ആ പരിപ്പ് കേരളം എന്ന കലത്തിൽ വേവത്തില്ല. കേരളത്തെ വികസിപ്പിച്ച ഇപ്പോൾ പറുദീസ ആക്കുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്ത് തേങ്ങയാണ് കിട്ടിയത്? കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിലേറിയ ശേഷം കേരളത്തിൽ നിന്നും ഏതാനും സഹമന്ത്രിമാർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അതും അപ്രധാനമായ വകുപ്പുകളിൽ. എന്നാൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ എത്രയോ കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ബിജെപിക്ക് കേരളം അയിത്തമുള്ള സംസ്ഥാനമാണ്. എട്ടണയെങ്കിൽ എട്ടണ, കിട്ടണയാവട്ടെ എന്ന ഭാവമാണ് അവർക്ക് കേരളത്തെപ്പറ്റി. 2014-ലും 2019-ലും 2024-ലും നടന്ന ഈ 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ സംസ്ഥാനമാണ് കേരളം. അതിന്റെ നന്ദിയും അവർക്കുണ്ട്. ജഗദീഷ് കൂട്ടിച്ചേർത്തു.